ദോശമാവ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നാൽ കൂടി വെറുതെ നിങ്ങൾ കളയണ്ട കേട്ടോ. അത്രത്തോളം ഉപയോഗമുള്ള ഒരു ടിപ്സുകളാണ് ഞാനിവിടെ കളക്ട് ചെയ്തിട്ട് വന്നേക്കുന്നത്. ദോശ, ഇഡ്ഡലി, നമ്മൾ ഇവയെല്ലാം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കുറച്ച് മാവ് മാത്രമേ ആകുമ്പോൾ നമ്മൾ അത് എന്തിനു യൂസ് ചെയ്യും എന്നറിയാതെ കളയാറുണ്ട് പലപ്പോഴും. പക്ഷേ നമുക്ക് അത് ഒരു നേരത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാക്കി മാറ്റാൻ പറ്റിയാലോ, അത് കിടിലൻ സൂത്രമല്ലേ. ആര് സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്കൊരു പൊടി ഉണ്ടാക്കി വീട്ടിൽ വെച്ചാൽ ഉള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം കേട്ടോ. കരിഞ്ജീരകം, ഔഷധ ഗുണമേറിയ കരിഞ്ജീരകം നമുക്ക് വേണ്ടത് 50 ഗ്രാമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചുക്കാണ് കേട്ടോ. ചുക്ക് പൊടിയാണെങ്കിലും എടുത്താൽ മതി. 25 ഗ്രാമാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നല്ല ജീരകം 25 ഗ്രാം. പിന്നെ നമുക്ക് അയ്മോദകം കുറച്ചധികം എടുക്കണം. അത് നല്ല പോലെ കഴുകി തുടച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. 25 ഗ്രാമാണ്. പട്ട 25 ഗ്രാമാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു 10 ഗ്രാം, നല്ല ജീരകം 25 ഗ്രാം. ഗ്രാമ്പൂൻ്റെ ആ ഒരു നെട്ട് ഭാഗമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ നെട്ട് പോയത് നമ്മൾ ഗ്രാമ്പു ഒരിക്കലും എടുക്കരുത്. അതിൻ്റെ ഔഷധ ഗുണം വളരെ കുറവായിരിക്കും വരുന്നത്. 10 ഗ്രാമാണ് ഗ്രാമ്പു വേണ്ടത്. പെരിഞ്ജീരകം നമുക്ക് കുറച്ചധികം വേണം, 50 ഗ്രാമാണ് കേട്ടോ. ഉലുവ നമുക്ക് ഏലക്ക 10 ഗ്രാമാണ് വരുന്നത്. പിന്നെ ഉലുവ നമുക്ക് അറിയാലോ, നമുക്ക് ആരോഗ്യത്തിന് വളരെ വളരെ ഔഷധ ഗുണമേറിയതാണ് നമ്മളുടെ ഉലുവ. അതൊരു 25 ഗ്രാമാണ് വേണ്ടത്. പിന്നെ നല്ല ജീരകവും നമുക്ക് 25 ഗ്രാമാണ് വേണ്ടത്. പിന്നെ കസ്തൂർ മേത്തി, അത് ഉലുവച്ചീര എന്ന് പറയില്ലേ, ഉലുവച്ചീര ഉണക്കിയത്, അത് 10 ഗ്രാമാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഓൺലൈനൊക്കെ കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, കായപ്പൊടിയും വേണം കേട്ടോ. ഇവയെല്ലാം കൂടി നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം. കുരുമുളക് 10 ഗ്രാമും കൂടി വേണം കേട്ടോ. അത് പറയാനായിട്ട് വിട്ടുപോയി. കുരുമുളകും വേണം കേട്ടോ, 10 ഗ്രാം. എന്നിട്ട് ഇവയെല്ലാം നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അളവ് സഹിതം മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ട വരുമല്ലോ. ഞാൻ കൈയളവിനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ. അതാണ് ഈ ഗ്രാം പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ പല വീഡിയോയും ചെയ്യുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞുകൂടെയെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അളന്നിട്ട് ഓരോന്നും പറഞ്ഞത് കേട്ടോ. ഇതിപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പൗഡറാണ്. നേരത്തെ ഞാൻ ചൂടാക്കിയ പൗഡറല്ല, ഇത് ഞങ്ങളെ വീട്ടിൽ എന്നും പൊടിച്ച് വയ്ക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സിലുണ്ടാവുന്ന വേദന, അതുപോലെ നമ്മളിപ്പോൾ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമല്ലോ, ബിരിയാണി, അതുപോലെ നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെഞ്ചത്ത് പുളിച്ച് കെട്ടുക, ഗ്യാസിൻ്റെ പ്രോബ്ലം, ദഹന പ്രശ്നങ്ങൾ, ബിരിയാണിയൊക്കെ തിന്നാൽ ഭയങ്കര ഹെവി ആയിരിക്കൂലേ വയറ്. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വയറുവേദന, അത് കറക്റ്റായിട്ട് മാസമുറ വരാതിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് മാറുവാനും ഈ ഒരു വെള്ളം വളരെ നല്ലതാണ്. ഔഷധ ഗുണമുള്ള ഒരു എന്താ പറയുക, നമുക്ക് മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഇതുപോലുള്ള നമ്മളുടെ ഹോം റെമഡീസ് ചെയ്യുന്നത്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചാൽ ചെറിയ കുട്ടികൾക്കും നീര് വയറുവേദനയും ബുദ്ധിമുട്ടും ഉണ്ടായാൽ ഒരു നുള്ളെടുത്ത് തേനിൽ ചാലിച്ച് കൊടുത്താൽ മതി. അവർക്ക് ആ ദഹന പ്രശ്നങ്ങൾ മാറും. അതുപോലെ വിരശല്യം, കൃമിശല്യം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് അടിക്കടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം കുടിപ്പിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയാനും അങ്ങനെ വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു വെള്ളമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പൊടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ചൂടാക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. അടുത്തതായിട്ട് നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ കുറച്ചധികം വീഡിയോസിലായിട്ട് ഞാൻ അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് പറയുന്നില്ലേ. അത്രയും സൂക്ഷ്മമായി നമ്മൾ ഉണ്ടാക്കുന്നത്, അത്രത്തോളം ക്വാണ്ടിറ്റി കാട്ടുനെല്ലിക്കയും പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് നമ്മൾ അത്രത്തോളം സൂക്ഷ്മമായി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. 10-25 പച്ചമരുന്നുകൾ ചേർത്ത് യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമ്മൾ അത്രയും സൂക്ഷ്മമായി തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മൾ
കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുത്ത് ആ ഒരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്. അത്രത്തോളം റിസൾട്ടാണ് ഓരോരുത്തർക്കും പറയുന്നത് കേട്ടോ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മുടി കൊഴിച്ചൽ മാറുവാനും അകാരനര വരാതിരിക്കാനും വന്നവർക്ക് മാറുവാനും അതുപോലെ തന്നെ മുടി വളരുന്നില്ല, കൊഴിഞ്ഞു പോകുന്നു, നല്ല ഉറക്കം കിട്ടുന്നില്ല, നല്ല ഉറക്കം കിട്ടുവാനും നല്ല റിലാക്സേഷൻ കിട്ടുവാനും മുടി നല്ല ഉള്ളോടുകൂടി വളരുവാനും പ്രസവിച്ച കുട്ടികൾ മുതൽ 100 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പുരട്ടാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അതുപോലെ തന്നെ നീർക്കെട്ടും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുള്ളവരും ഉപയോഗിച്ചിട്ടും യാതൊരു കുഴപ്പവും ഇതുവരെയും പറയാത്ത അടിപൊളി ഒരു ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും മേടിക്കുക. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ 2-3 പ്രൊഡക്റ്റും കൂടെ ഇറക്കുന്നുണ്ട്. അത് വഴിയേ വരുന്ന വീഡിയോസിൽ കാണിക്കുന്നതാണ് കേട്ടോ. അത്രത്തോളം നാച്ചുറലി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ. അത്രയും വിശ്വാസത്തോടു കൂടി നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ യാതൊരു കുഴപ്പവും നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. 2-3 പ്രൊഡക്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ദോശമാവിലേക്ക് വന്നാലോ. ദോശമാവ് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നമുക്ക് മടി തോന്നുന്നത് ഒരു കാര്യം കൊണ്ടാണ് അല്ലേ. നമ്മൾ ഇഡ്ഡലി തട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ അപ്പം തന്നെ കഴുകിയെടുത്താൽ ഒട്ടും പോകില്ല. വെള്ളത്തിലിട്ട് കുതിർത്തിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാഴയില വെച്ചതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തട്ടിൽ ഒരു തരി പോലും ആവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും അതുപോലെ തന്നെ മാവ് ഒഴിച്ചുകൊണ്ട് ഇത്ര ഷേപ്പ് ഇല്ലാണ്ട് വന്നേക്കുന്നത്. രാവിലത്തെ ഹറിബറി ജോലി തിരക്കിനെയാണ് കേട്ടോ ഹറിബറി എന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഹറിബറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഹറിബറി എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിന് നമ്മൾ രാവിലെ നമുക്ക് 10 കൈ ഉണ്ടെങ്കിലും തികയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലേ. രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ സ്റ്റാൻഡ് കണ്ടില്ല, അതുകൊണ്ട് കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് മാവ് ഒഴിച്ചപ്പോൾ ഷേപ്പ് ഇല്ലാണ്ട് വന്നത്. പിന്നീട് സാവകാശം ഉണ്ടാക്കിയത് നല്ലപോലെ വന്നു കേട്ടോ. കണ്ടില്ലേ, ഒരു തരി പോലും മാവ് അതിൽ ഇല്ലേം താനും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. വാഴ എല്ലാവരെയും വീട്ടിലുണ്ടാവില്ല. നല്ല ഇതുപോലെ നമുക്ക് അടന്ന് കിട്ടും ചൂടാറുമ്പോൾ കേട്ടോ. കണ്ടില്ലേ, അടുത്തതൊക്കെ നല്ല ഷേപ്പിന് കിട്ടി. ആ വാഴൻ്റെ ഒരു ഇതുണ്ടാകും, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വാഴയുടെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ വാഴയില നമുക്ക് ഔഷധ ഗുണമാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ജോലിക്ക് പോണവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു തട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔഷധ ഗുണവും കിട്ടും. അടുത്തതായിട്ട് നമ്മൾ മീനൊക്കെ മേടിച്ച് കഴുകുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ സിങ്ക് എന്താണെങ്കിലും, ഞാൻ എല്ലാം ഇവിടെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മളുടെ മെഴുക്കുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ, ആ സ്മെല്ലൊക്കെ പോകാനും ഈ ഒരു ഇഡ്ഡലി മാവ് ബാക്കി വന്ന 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. കുറേ ഒന്നും ഒഴിക്കേണ്ട. ഇന്നിപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ ഒരു ഇത്തിരി അധികമായിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് ഫുള്ള് സ്പ്രെഡ് ചെയ്യുക. അതുപോലെ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ പഴയതുപോലെ ഇരിക്കുകയാണെങ്കിൽ അത് പുത്തന ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നല്ലതുപോലെ പുതുമ കിട്ടാനായിട്ടും ഈ ഒരു ഇഡ്ഡലി മാവ് കൊണ്ട് ഇതുപോലെ കഴുകിയെടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പം ഈ മീനിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും പോവില്ല. പക്ഷേ ഈ ഒരു മാവ് കൊണ്ട് നല്ല പുളിച്ച മാവാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോകും. അപ്പം നമ്മളിതൊന്ന് തേച്ച് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അത് കണ്ടില്ലേ, നല്ല പുതുമയും വന്ന് അതുപോലെ തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലും പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ലേയും പോയി കിട്ടാനായിട്ട് വളരെ നല്ലൊരു ടിപ്പാണ്. കുറേ പ്രാവശ്യം ഒന്നും കഴുകുക. അതേപോലെ പപ്പടം ഇട്ട് വെക്കുന്ന പാത്രങ്ങളിൽ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വളരെ പാടാണ് അല്ലേ. മെഴുക്കും അതുപോലെ തന്നെ സ്മെല്ല് പപ്പടത്തിൻ്റെ, അതിനും ഈ ഒരു ട്രിക്ക് തന്നെ ചെയ്താൽ മതി. അതുപോലെ പഴയ സ്പൂണുകൾ, പാത്രങ്ങളൊക്കെ നമ്മൾ ബാക്കി വരുന്ന ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ദോശമാവ് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രത്തിൽ വരുന്ന 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് അടുത്തതായിട്ട് മുഖക്കുരു, അതുപോലെ തന്നെ സൺടാൻ കൊണ്ടുള്ള കരിവാളിപ്പ്, പിന്നെ നമ്മളുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ്, പെട്ടെന്ന് നമുക്കൊരു ഗ്ലോയിങ് കിട്ടണമെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. കടലമാവ് പറ്റുന്നവരാണെങ്കിൽ കടലമാവ് എടുക്കുക. എല്ലാവർക്കും കടലമാവ് പറ്റണമെന്നില്ല. ചിലവർക്ക്
അരിപ്പൊടിയായിരിക്കും പറ്റുന്നത്, ചിലവർക്ക് ഗോതമ്പായിരിക്കും. അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം കേട്ടോ. ഞാൻ കടലമാവ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കരുത്. നിങ്ങളെ സ്കിൻ എങ്ങനത്തെയാണോ അങ്ങനെ. പിന്നെ ഉപ്പിടാത്ത ദോശമാവായിരിക്കണം. അതുപോലെ തന്നെ വളരെ പുളിച്ച മാവ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. 2-3 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുളിച്ച മാവില്ലേ, അത് നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുപോലെ ഏതൊരു പാക്കും ഫസ്റ്റിൽ ഇടുമ്പം എവിടെയെങ്കിലും ഒന്ന് അലർജി പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫേസിലേക്ക് ഇടാൻ കേട്ടോ. എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ 1000-2000 ഒക്കെ കൊടുത്ത് ഒരു ഫേഷ്യലൊക്കെ ചെയ്യണ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു പാക്കിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഇതുപോലെ കടലമാവിന് പകരം നിങ്ങൾ അരിപ്പൊടി ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. അരിപ്പൊടി ഇടയ്ക്ക് ഉപയോഗിക്കാം, കടലപ്പൊടി ഉപയോഗിക്കാം, മാറി ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. സ്കിന്ന് ഗ്ലോയിങ് ആകാൻ മാത്രമല്ല ചുളിവും പോകാനും വളരെ നല്ലതാണ്. ഇനി ഇത്രയും മാവ് ബാക്കിയുള്ളൂ കേട്ടോ. ഇത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഇത് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നീട് നമുക്ക് ഉപയോഗിക്കാനും ഉണ്ടാവില്ല, നമുക്ക് കളയാനും വിഷമമാകും അല്ലേ. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകിയൊന്നും വേണ്ട. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബാക്കി വന്ന ഒരു 3-4 ടീസ്പൂൺ നമ്മളുടെ ദോശമാവായിരിക്കും ഉണ്ടാകുന്നത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്യാവുള്ളൂ. ആദ്യം ഇതൊന്ന് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഇപ്പം നമുക്ക് ഗോതമ്പിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനാണെങ്കിൽ മസ്റ്റായിട്ടും അരിപ്പൊടി ഉപയോഗിക്കണം. ഇല്ല നമുക്ക് ഇപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചതെങ്കിൽ നമുക്ക് ഗോതമ്പാണെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ കട്ടയില്ലാതെ ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്, നേരിയ തീയിൽ തന്നെ ചെയ്യണം. ഇതിലാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം നമ്മളുടെ ഉഴുന്നുവട ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു പരുവം, നമ്മൾ ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ മുറുകണം. നമ്മൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വാട്ടറി ആയിരിക്കണം. ഇത് ഇതുപോലെ സ്റ്റിക്കി ആയിരിക്കണം. നമ്മളിങ്ങനെ കട്ട പോലെ ആകരുത്. ഒരു സ്റ്റിക്നെസ് ഉള്ളപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം മിക്സ് ചെയ്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുകയാണെങ്കിൽ ഷേപ്പ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നില്ല. ഇവയെല്ലാം പരിഹരിക്കാനായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കണ്ട നല്ല ഷേപ്പോട് കൂടി കിട്ടിയേക്കണം. കണ്ടില്ലേ, ഇതിൽ നിങ്ങൾക്ക് ജീരകം, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് പൊരിച്ച് നോക്കി അടിപൊളിയായിട്ട് നമുക്ക് ഉഴുന്നുവട വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാനായിട്ട് സാധിക്കും. ഇത് മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കിയ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഈവനിങ്ങിന് കുട്ടികൾക്ക് ഇതുപോലെ ഉഴുന്നുവടയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ഷേപ്പിനും കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പ്ലെസ് ഒക്കെ ആയിരിക്കുമല്ലോ, ഇത് നല്ല ഷേപ്പിന് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ അരി കുതിർത്തി നമ്മളുടെ ഉഴുന്ന് കുതിർത്തിയൊന്നും വെക്കണ്ട കേട്ടോ. അടുത്തത് നമ്മൾ ഇടിയപ്പത്തിനാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയാകണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല പോലെ തന്നെ കട്ടിയാക്കണം. ഒന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റും കൂടെ വേവിക്കണം ഈ മാവ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളിയുള്ള മാവ് എടുക്കരുത്. ഭയങ്കര പുളിയുള്ള മാവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇടിയപ്പം ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നമുക്ക് എനിക്ക് കറിയെ ഒഴിച്ച് കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് നമ്മൾ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വേറൊരു ട്രിക്കും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് ഇപ്പം അരിപ്പൊടി വളരെ കുറവാണ്. അപ്പം നമുക്ക് ചോറ് വെച്ചിട്ട് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, നമ്മൾ രാവിലെ ഹറിബറിയിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് ചോറുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു 2 സൂത്രവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. വെന്ത് കുഴഞ്ഞു പോയ ചോറാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. നമ്മൾ സാധാ വേവ് വെള്ളം കുതിർത്തിയൊന്നും വെച്ച ചോറ് എടുക്കരുത് കേട്ടോ.
തലേന്ന് ബാക്കി വരുന്ന ചോറ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇതുപോലെ മിക്സിയിലിട്ട് പൾസ് ചെയ്യുക. കുഴക്കണ്ട, ചൂട് കൈ പൊള്ളും, ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് 2 മാർഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകളല്ലേ ഇത്. നമ്മൾ കുഴച്ചൊന്നും ബുദ്ധിമുട്ടണ്ട, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. മിക്സി കഴുകാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്താൽ ആ മിക്സി കഴുകിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഈ മാവിൻ്റെയൊക്കെ വരുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് മിക്സി ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ചൂട് കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുത്ത് പീച്ചിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതുപോലെയായി നമുക്ക് മാവ് കിട്ടും. ഇത് പീച്ചി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയ സൂപ്പറാണ്. എല്ലാ ടിപ്സും വളരെ യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. സൂപ്പറാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.